ഹലോ. പറഞ്ഞോളൂ. അത് നോക്കിയിരുന്നു കേട്ടോ. അത്രയൊന്നുമില്ല. ഇല്ല ഞാൻ പരിശോധിച്ചിരുന്നു. അത് ഞാൻ നോക്കിയിരുന്നു, ചെക്ക് ചെയ്തിരുന്നു. അതൊരു 1:30 വരെയൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. അതൊക്കെ പെട്ടെ അത് സാരല്ല. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സംഖ്യ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 1:70 വരെ ആക്കി തരാം. അത് ഇല്ല അത്രയും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 എത്തില്ല. അത് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ സംഖ്യ കൊണ്ട് എത്തിച്ചോ. അപ്പം അത് ചെയ്യാം കേട്ടോ. ഇല്ല വീട്ടിൽ വരണ്ട. ഞാൻ ഹോട്ടലായിരിക്കും. ഓക്കെ. ഇല്ല അന്ന് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. വന്നോളൂ. ശരി. ഓക്കെ. എത്ര നേരമായിട്ട് ഇത്തിരി ഉപ്പ് വെച്ചിട്ട് നിന്നോട്? ശീതളേട്ടൻ ഇത് എന്തിന്റെ ഇട? ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട്. എന്ത് മാങ്ങ? അതല്ല, ആവശ്യത്തിന് ശമ്പളം കിട്ടണില്ലേ? ഈ കണ്ണി കണ്ട ആൾക്കാരെ പ്രാക്ക് മേടിക്കണ എന്തിനാണ്? എനിക്ക് മനസ്സിലായി. ഇപ്പൊ കൈക്കൂലി മേടിക്കാനുള്ള കാര്യല്ലേ പറഞ്ഞത്? ആവശ്യത്തിന് സ്വത്ത് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ശമ്പളം കിട്ടണില്ലേ? അത് പോരെ? അത് പോരാ എടി. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം മേടിക്കാന്ന് നിന്റെ വിചാരം? പിന്നല്ലാതെ നിനക്കൊക്കെ വല്ല കഥ നിന്റെ അറിയോ? ഞാൻ ഒരാളത് മേടിക്കാണ്ടിരുന്ന എൻ്റെ ചുറ്റുള്ള മൊത്തം ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നും. അവരെ കൂടെ ഞാൻ നിൽക്കണം. ഈ പ്രാക്ക് പിടിച്ച പൈസ വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ മേടിച്ചാലും എന്താ കുഴപ്പം? അവിടെ കിടന്നോട്ടെ. നിനക്കെന്താ? നീ ഉപയോഗിക്കണ്ട. നമുക്കത് ഗുണം ചെയ്യില്ലാന്ന്. വേണ്ടാന്നേ. ശീതള സാറേ. ഹലോ, ഇവിടെ എങ്ങോട്ട് വരും? നീ കുറച്ച് മുളക് പൊടി എടുത്തിട്ടാ. ഒന്നാമത് നീ എന്റെ ഈ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടല്ലേ? പോ എടുത്തിട്ടോ. ഇവിടെ ഇരിക്കണം. കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ് സാറേ. അല്ല, ഇന്നെങ്കിലും ഇപ്പൊ ആ ബില്ല് ഒപ്പിട്ട് തന്നാലേ എനിക്ക് നാളെ ട്രഷറി പോയിട്ട് അത് മാറ്റാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സാറ് പറഞ്ഞ അത്രയും പൈസ എനിക്ക് റോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതാണ് വിഷയം. എത്ര ഉണ്ട് കയ്യില്? ഇപ്പം എൻ്റെ കയ്യിലൊരു 10 രൂപ ഉണ്ട്. ഞാൻ ആ പൈസ ഞാൻ തരാം. സത്യശീല, താൻ എന്തൊട്ടാ വിചാരിക്കുന്നത്? താൻ എന്താ മനസ്സിലാക്കണത്? നിങ്ങളുടെ ഇപ്പം ഈ കാശ് പിടിച്ച് ഞാൻ എൻ്റെ ബാങ്കിൽ കൊണ്ടുവരാമെന്ന് വിചാരം ആണോ? താൻ ഇപ്പം പറഞ്ഞില്ലേ ഈ മറ്റേ ഓവർസിയറും അവരും ഇവരൊക്കെ ഒപ്പിട്ട് വന്നു. അവസാനം താൻ എൻ്റെ അടുത്തേക്ക് വരുന്നുള്ള ധൈര്യത്തിൽ അതൊക്കെ ചെയ്തു തരണത്. താൻ ഇതാ ഒപ്പിട്ടാ മേടിച്ചു കഴിഞ്ഞാൽ പിറ്റന്ന് മുതൽ എന്നോടാ ചോദ്യം. എന്തായി സാറേ മറ്റേ കാര്യം? എന്തായി മറ്റത്? ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ നിൽക്കണം. പിന്നെ ഇത് കളിക്കുന്ന കളിയൊന്നുമല്ല. അല്ല, ഇതിപ്പോ ഞാൻ മനഃപൂർവ്വം തരാതിരിക്കുന്നല്ലോ. ഒന്നാമത് നിങ്ങൾ ഈ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ ഈ ജാതി പണിക്ക് നിൽക്കണം എന്തിനാ? ഇതൊക്കെ കാശുള്ള ആൾക്കാർ ചെയ്യണ പണിയത്. കാശുള്ള ആൾക്കാർ ഈ പണിക്ക് നിൽക്കുക സാറേ. ഇത് ഈ ചെറുകിട പണികളല്ലേ എന്നെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത് ചെയ്യേണ്ടത്. സർക്കാരിന്റെ റോഡ് പണി, സർക്കാരിന്റെ കുളം വൃത്തിയാക്കല്, കനാല് നേരാക്കല്, ഇതൊക്കെയാണ് ഇപ്പൊ തനിക്ക് ചെറിയ പണി അല്ലേ? അപ്പൊ സംഭവം മനസ്സിലായി. ആർത്തി. സർക്കാരിന്റെ പൈസ എങ്ങനെയെങ്കിലും തട്ടി തിന്നണം എന്നുള്ള ആർത്തി അല്ലേ? തന്റെ മൂളലിന്റെ അർത്ഥമൊക്കെ നീ മനസ്സിലായി കേട്ടോ. അപ്പൊ താനെന്താ ചെറ്റ ചെയ്യണമെന്നല്ലേ ചോദ്യം? എന്താ സാറേ, ഞാൻ മനസ്സ് പോലും വിചാരിച്ചില്ല കേട്ടാ. അതും കുഴപ്പമില്ലാതെ. അതെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ സകല തട്ടിപ്പും ചെയ്യുമ്പോ പിന്നെ ഇപ്പൊ ഞാൻ മാത്രമായിട്ട് എന്തിനും നേരാവണേ? അതെ, സംഗതി അതൊക്കെ പോട്ടെ സാറേ. ഞാൻ നോക്ക്, ഞാൻ കാല് പിടിച്ചിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിട്ട് തരാം പ്ലീസ്. അതെ, ഇതൊന്നും നടക്കില്ല സത്യശീല. ഇതൊക്കെ ജെന്റിൽമെൻ കേസായിരിക്കണം. 1 2 3 എന്നുള്ളതിൽ പരിപാടിയാണ്. ഇതാ നോക്ക്, 10,000 റുപ്യ ഇതിലുണ്ട്. ബാക്കി പൈസ ഇല്ല. ബാക്കി പൈസ ഞാൻ ട്രഷറിയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ തരും. എന്നിട്ട് ഞാൻ ചിലവാക്കുള്ളൂ. അതെ, ഇതിപ്പോ കൂടെ ഉള്ളവർക്ക് കൊടുക്കാണ്ടാവില്ല പൈസ. പിന്നെ ഞാൻ തന്നെ ഈ പരിപാടിക്ക് സാറ് ഇന്നിപ്പോൾ അത് ഒപ്പിട്ട് വന്നില്ലെങ്കിൽ സാറ് എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരേണ്ടി വരും. ഞാൻ കെട്ടി തൂങ്ങി ചാവും. എനിക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇതൊക്കെ പ്രാഗിട്ട് തരണമെന്ന് എനിക്കറിയാം. അയ്യോ അല്ല സാർ, കിട്ടാനും പോകില്ല. അല്ല, ഞാൻ അറിഞ്ഞോണ്ട് തരികയാണ്. ഇതിന്റെ പേരിൽ ചാവാൻ നിൽക്കണ്ട. നിങ്ങൾക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാര്യങ്ങൾ അറിയാതെ ഒപ്പിട്ട് കഴിഞ്ഞാലേ നിങ്ങളുടെ പരിപാടി കൊണ്ട് കഴിഞ്ഞു. അതെ,
ഈ പൈസ ഞാൻ ട്രഷറിയിൽ നിന്ന് മാറ്റിയിട്ട് ഉടൻ തരാം. ഓ ഒക്കെ കുറെ കേട്ടിട്ടുള്ളല്ലേ. ഓ ആയിക്കോട്ടെ. ശരി സാറേ. ഓ വലിയ ഉപകാരം സാറേ. ഓ ആവട്ടെ. ഈ പച്ചമാങ്ങയൊക്കെ ചെത്തി തിന്നതിന് പകരം വല്ല ആപ്പിൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചൂടെ? എന്താ വില എന്ന് വിചാരം? 150 രൂപ കൊടുക്കും. എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. വലിയ ഉപകാരം. ഒരു ഗതിയില്ല, പല ഗതിയില്ല.